മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 2020 നമ്മൾ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണ്. ഈ വർഷത്തിൻ്റെ സകല നന്മകളും നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 92-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവ പ്രവൃത്തിയെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. ദൈവത്തിൻ്റെ പുത്തൻ അഭിഷേകം ഇടയച്ചെറുക്കനായ ദാവീദിന്റെ മേൽ വീണപ്പോൾ ഇസ്രായേലിന്റെ രാജാവായി താൻ അഭിഷിക്തനാവുകയാണ്. തൻ്റെ ജീവിതത്തിന് വലിയ ഉയർച്ച ദൈവത്തിൻ്റെ അഭിഷേകം പ്രദാനം ചെയ്യുകയാണ്. തൻ്റെ ജീവിതം കൂടുതൽ കരുത്തു പ്രാപിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പുതുവർഷത്തിൽ നമുക്കും വേണ്ടത് ഈ പുത്തൻ അഭിഷേകമാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് വേണ്ട ഫ്രഷ് അനോയിന്റിംഗ് ഉണ്ട്. ഈ അഭിഷേകം നമ്മുടെ മേൽ വീഴുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഒരു പുതിയ വളർച്ചയിലേക്ക്, ഒരു പുത്തൻ ഉയർച്ചയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ആത്മാവിൽ കരുത്ത് പ്രാപിക്കുന്നു. ഈ വലിയ തിരിച്ചറിവോടെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വർഷത്തിന്റെ ഒരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളായിരിക്കുന്ന ഈ തലമുറയിൽ അങ്ങേ ഉയർത്തുവാൻ, ധീരതയോടെ കർത്താവേ അങ്ങേക്ക് സാക്ഷ്യം നൽകുവാൻ, ഈ തലമുറയെ നിത്യതയ്ക്കായി പിടിച്ചെടുക്കുവാൻ ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ ഇപ്രകാരം ഏറ്റുചൊല്ലുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ പുത്തൻ അഭിഷേകം നൽകി, കൃപകൾ നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ കരുത്തുള്ളതാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തലമുറയെ യേശുക്രിസ്തുവിനായി സ്വാധീനിക്കുവാൻ, ഈ കാലഘട്ടത്തെ നിത്യജീവനായി നേടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് വലിയ ആനന്ദത്തോടെ നമ്മൾ പാടി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ദാവീദ് പറഞ്ഞതുപോലെ അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം, ഫ്രഷ് ഓയിൽ, ഫ്രഷ് അനോയിന്റിംഗ്. എൻ്റെ പ്രിയപ്പെട്ട, നമുക്ക് വേണ്ടത് പഴയ അഭിഷേകമല്ല, പുത്തൻ അഭിഷേകം. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം,
ഈ തലമുറയ്ക്ക് ആവശ്യമായ അഭിഷേകം ഇതിനായി ആഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് കരഘോഷത്തോടെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. കാലഘട്ടത്തിന്റെ അഭിഷേകം, പുത്തൻ അഭിഷേകം, ഫ്രഷ് അനോയിന്റിങ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. നമ്മൾ ഒരുമിച്ച് പാടുന്നു. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ ഈ അനോയിന്റിങ്ങിന് വേണ്ടി ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തിയടിച്ച് അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾക്കായി, ലോകരാജ്യങ്ങൾക്കായി അവകാശം പറഞ്ഞ് ഒരുമിച്ച് പാടുകയും അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തലമുറ, വചനത്തിന്റെ തലമുറ, ഇവാഞ്ചലൈസേഷന്റെ തലമുറ, തലമുറ എഴുന്നേൽക്കട്ടെ. യേശു ക്രിസ്തുവിനായി തലമുറ എഴുന്നേൽക്കട്ടെ. കർത്താവിന്റെ സുവിശേഷത്തിനായി തലമുറ എഴുന്നേൽക്കട്ടെ. ഇവാഞ്ചലൈസേഷനായി തലമുറ എഴുന്നേൽക്കട്ടെ. നിത്യജീവനായി തലമുറ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് എഴുന്നേൽക്കട്ടെ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് നൽകുന്ന ഈ നവമായ അഭിഷേകം, ഫ്രഷ് അനോയിന്റിങ് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് ഒരു മനസ്സോട് ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, വരിക 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 വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പതിനായിരങ്ങളിൽ ദൈവത്തിന്റെ തീയായി പടരണമേ. കാലഘട്ടത്തിൽ അഭിഷേകത്താൽ ആയിരങ്ങൾ നിറയ്ക്കണമേ. വരിക പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് വരിക. ലോകരാജ്യങ്ങളിൽ പ്രവർത്തിക്കുക. ഭൂഖണ്ഡങ്ങളിൽ ശക്തിയോടെ പരിവർത്തിക്കുക. എല്ലാ അടിമമുഖങ്ങളെയും ഒടിച്ചു കളയണമേ. കർത്താവിന്റെ വചനത്തിന്റെ മുന്നേറ്റത്തെ തടയുന്ന അന്ധകാര ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, പൈശാചിക പോരുകള് അഭിഷേക ശക്തിയാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. കുടുംബങ്ങളിലുള്ള, കൂട്ടായ്മകളിലുള്ള, തലമുറകളിലുള്ള സകല അടിമത്തങ്ങളെയും എല്ലാ മുഖങ്ങളെയും പരിശുദ്ധാത്മാവേ ഒടിച്ചു കളയണമേ. അങ്ങ് ബ്രേക്ക് ചെയ്യണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇടപെടുന്നതിനായി, അങ്ങ് പ്രവർത്തിക്കുന്നതിനായി, അങ്ങ് ഞങ്ങളിലേക്ക് പകരുന്ന അഭിഷേകത്തിനായി, അങ്ങയുടെ സാന്നിധ്യത്തിനായി, അവിടുത്തെ അത്ഭുതകരമായ ശക്തിക്കായി നന്ദി. നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും തിരുസഭയുടെ നാഥയുമായ പരിശുദ്ധ കന്യകാമാതാവേ, കാലഘട്ടത്തിന്റെ അഭിഷേകത്തിൽ ഞങ്ങളെല്ലാം വളർന്ന് ദൈവരാജ്യത്തിന് വേലകൾ ചെയ്യുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് അഭിഷേകം നുഖങ്ങളെ തകർക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സകലവിധ നുഖങ്ങളെയും തകർത്തു കളയുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളായി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത്
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. കർത്താവിൻ്റെ അഭിഷേകമാണ്. ദൈവത്തിൻ്റെ അഭിഷേകത്താൽ കാലഘട്ടത്തിൻ്റെ സുവിശേഷ വേല നമ്മൾ ചെയ്യുമ്പോൾ ഈ തലമുറ യേശുവിനായി സ്വാധീനിക്കപ്പെടും. ഈ കാലഘട്ടം നിത്യതയ്ക്കായി പിടിക്കപ്പെടും. രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ ക്രിസ്തുവിനായി രൂപാന്തരപ്പെടും. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 27-ാം തിരുവചനം. അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ അരൂപി നമുക്ക് തരുന്ന ആലോചന എന്താണ്? വളരെ പവർഫുള്ളായൊരു വചനമാണിത്. ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങും. ഏതാണ് അവൻ്റെ ഭാരം? ഇന്ന് പിശാച് പല വിധത്തിലുള്ള ഭാരങ്ങൾ നമ്മുടെ തോളിൽ വെച്ചിട്ടുണ്ട്. ദുഃഖത്തിൻ്റെ, നിരാശയുടെ, സംശയത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ, അശുദ്ധിയുടെ, ഈ ലോകത്തിൻ്റെ ഭോഗേച്ഛകളുടെ പല വിധത്തിലുള്ള ഭാരങ്ങൾ വെച്ച് നമുക്ക് നിവർത്തി നിൽക്കാൻ കഴിയാത്ത വിധം നമ്മൾ ഇന്ന് കൂനിപ്പോയിരിക്കുകയാണ്. പലർക്കും ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമില്ല. പലർക്കും ആത്മാവിൻ്റെ ആനന്ദമില്ല. പല വ്യക്തികൾക്കും പ്രത്യാശയുടെ സന്തോഷമില്ല. യാന്ത്രികമായി ജീവിക്കുന്ന എത്രയോ ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്താ കാരണം? ജീവിതം കൂനിപ്പോയി. തോളിൽ പലവിധ ഭാരങ്ങൾ വന്നു. നിന്റെ കഴുത്തിലെ നുകം തകർക്കപ്പെടും. കർത്താവിൻ്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ പിശാച് കെട്ടിവെച്ച സകല കെട്ടുകളും പൊട്ടുകയാണ്. യേശു ക്രിസ്തു നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ദൈവ പൈതൽ കടന്നു വരികയാണ്. നീ അഭിഷേകം പ്രാപിക്കുമ്പോൾ നിന്റെ നുഖങ്ങൾ ഒടിയും, നിന്റെ തോളിലുള്ള ഭാരങ്ങൾ നീങ്ങും. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ലേവ്യ പുസ്തകം 26-ാം അധ്യായം 13-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറയുകയാണ്, ഈജിപ്തുകാരുടെ അടിമകളായി നിങ്ങൾ തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ആരും പല വിധത്തിലുള്ള അടിമത്വങ്ങളിലെ ബോണ്ടേജുകളിൽ ഏതായി അടിമത്വം? ഇന്ന് അനേകർ ദുഃഖിതര ദൈവമക്കളെ, മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് വളരെ സന്തോഷമുള്ളവരാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഇന്ന് അനേകർ ജീവിക്കുകയെ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖവും നൊമ്പരവും വേദനയും നീറുന്ന പലവിധ പ്രശ്നങ്ങളുമായി പുകഞ്ഞുകൊണ്ട് അനേകർ ജീവിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ പുതുവർഷത്തിൽ നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. ഞാനും നിങ്ങളും ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്മേൽ പിശാച് വെച്ചിരിക്കുന്ന സകല നുഖങ്ങളും തകർക്കപ്പെടുകയാണ്. നമ്മൾ നിവർന്ന് നിൽക്കുകയാണ്. ഇന്ന് പലരും ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി, എല്ലാവരും നമ്മളിങ്ങനെ കൂനിപ്പോയി, എങ്ങനെ നിൽക്കുക? കൂനിപ്പോയിട്ട് നമ്മുടെ കഴുത്ത് നിവർത്താൻ പറ്റുന്നില്ല. അവിധം നമ്മൾ ഇന്ന് പലവിധ ഭാരങ്ങളാലും നൊമ്പരങ്ങളാലും നമ്മളിന്ന് കൂനിപ്പോയി. നമ്മളിങ്ങനെ കൂനി പിടിച്ച് നടക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ മക്കള്, നിത്യജീവൻ്റെ അവകാശികൾ, വചനത്തിൻ്റെ തീപന്തങ്ങളായി നമ്മൾ നിവർന്ന് നിന്ന് ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അഭിഷേകത്തിലേക്കാണ് ഈ പുതുവർഷത്തിൽ ഞാനും നിങ്ങളും കടന്നു വരേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുവിൻ.
നിങ്ങൾ അഭിഷേകം സ്വീകരിക്കുവിൻ. കാരണം ഈ അഭിഷേകമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. യേശു നാമത്തിലുള്ള ഏതൊരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം കൂടിയേ തീരൂ. ഈ അഭിഷേകം നമ്മിലൂടെ പ്രസരിക്കുമ്പോൾ, വെളിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 7-ാമത്തെ വചനം. സാത്താൻ കോട്ടകൾ തകർക്കപ്പെടുകയാണ്, പൈശാചിക കെട്ടുകൾ പൊട്ടുകയാണ്, എല്ലാ നുഖങ്ങളും തകർക്കപ്പെടുകയാണ്. ആത്മാവിൻ്റെ ശക്തിയോടെ ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. ഈ പ്രഘോഷണ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ആ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നു. വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അശുദ്ധാത്മാക്കൾ ആവേശിച്ചവരിൽ നിന്ന് അവ അലറി വിളിച്ചുകൊണ്ട് കൂട്ടത്തോടെ പുറത്തുപോയി. വലിയ ഡെലിവറൻസുകൾ സംഭവിച്ചു. പൈശാചിക കെട്ടുകൾ പൊട്ടി, സാത്താൻ മുഖങ്ങൾ ഒടിഞ്ഞുപോയി, ജീവിതങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. പല വിധത്തിലുള്ള പൈശാചികമായ ബന്ധനങ്ങൾ അതെല്ലാം നിർവീര്യമാവുകയാണ്. അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് പുറത്തുപോയി. അനേകം തറവാട് രോഗികളും മുടന്തന്മാരും അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ചു. മുഖങ്ങൾ ഒടിയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ സൗഖ്യം കടന്നു വരുന്നു. നമ്മുടെ ജീവിതങ്ങൾ കൃപയിലോട്ട് വരുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കുന്ന അഭിഷേകത്തിൽ വളരാൻ പറ്റുന്നു. ഇന്ന് അനേകർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വളരാൻ പറ്റാത്തതിന് കാരണം, കൃപയിൽ മുന്നേറാൻ പറ്റാത്തതിന് കാരണം പല വിധത്തിലുള്ള ബോണ്ടേജുകളാണ്. അവരുടെ മേൽ അനേകം ഭാരങ്ങളുണ്ട്, നുഖങ്ങളുണ്ട്. ഈ നുഖങ്ങളെല്ലാം ദൈവത്തിൻ്റെ അഭിഷേക ശക്തിയാൽ തകർക്കപ്പെടുമ്പോൾ കൃപയിൽ വളരുവാൻ, അഭിഷേകത്തിൽ മുന്നേറുവാൻ നമുക്ക് സാധ്യമാക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 8-7 നമ്മളെ പഠിപ്പിക്കുന്ന സത്യം അതാണ്. വലിയ ഡെലിവറൻസുകളുണ്ടായി, ജനം മുഴുവൻ ആത്മാവിലായി, വലിയ സൗഖ്യങ്ങൾ അവർക്ക് ലഭിച്ചു. അവരുടെ ജീവിതം കൃപയിൽ അങ്ങ് നിറഞ്ഞു. 9-10 വചനത്തിലോട്ട് വരണം നിങ്ങൾ. ആ പട്ടണത്തിൽ മാന്ത്രിക വിദ്യ ചെയ്ത് ജനങ്ങളെ വിസ്മയിച്ചു കൊണ്ടിരുന്ന ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ശിമയോൻ എന്നാണ്. അവൻ ചെയ്തിരുന്ന ഈ മാന്ത്രിക വിദ്യകളെല്ലാം കണ്ട് ജനം മുഴുവൻ അവനെ വിളിച്ചത് വിളി എന്താണെന്നറിയോ? ഇദ്ദേഹം മഹാശക്തിയാണ്, ദൈവത്തിൻ്റെ മഹാശക്തിയാണ് ഈ മനുഷ്യൻ എന്ന് ജനക്കൂട്ടം വിളിച്ച് പറയണമെങ്കിൽ ശിമയോനിലൂടെ അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വെളിപ്പെട്ട് കാണും. ഇതെല്ലാം മന്ത്രവാദ കൂടോത്ര ശക്തി കൊണ്ടാണ് ശിമയോൻ ചെയ്തിരുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷ വഴി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തീയായി സമരിയായിൽ കത്തിപ്പടർന്നപ്പോൾ, ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകം ആ നഗരത്തെ പിടിച്ച് കുലുക്കിക്കഴിഞ്ഞപ്പോൾ, ദൈവശക്തി ജനത്തിന് മേൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ കോട്ടകൾ തകർന്നു വീണു, പിശാചിൻ്റെ പിടികൾ പൊട്ടി. പ്രിയപ്പെട്ടവരെ, മാന്ത്രിക വിദ്യയാൽ അടയാളങ്ങൾ ചെയ്ത് ജനത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ശിമയോൻ എന്ന മന്ത്രവാദിയുടെ മേലും ദൈവത്തിൻ്റെ തീയിറങ്ങി. അവൻ്റെ മേലുള്ള കെട്ടുകൾ പൊട്ടി, അവൻ്റെ ജീവിതത്തിലുള്ള ഭാരങ്ങൾ, നുഖങ്ങൾ തകർക്കപ്പെടുകയാണ്. വചനം പറയാണ്, ശിമയോൻ പോലും കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വസിക്കുകയും മാമോദീസ സ്വീകരിച്ച് തൻ്റെ മാന്ത്രിക വിദ്യകളും കൂടോത്ര പണികളെല്ലാം വിട്ടുപേക്ഷിച്ച് മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയിൽ അംഗമായെന്ന് മാത്രമല്ല, ഫിലിപ്പോസിനോട് ചേർന്ന് ശിമയോൻ പിന്നീട് സുവിശേഷ വേല ചെയ്യുകയാണ്. ഹല്ലേലൂയ! അഭിഷേകത്തിന് ശക്തി കൊണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിൻ്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ശിമയോൻ വിശ്വസിച്ച് സഭയിൽ അംഗമായി സുവിശേഷ വേല ചെയ്യാണ്. ഇത്രയും വലിയ കൊടും മന്ത്രവാദി, അവൻ്റെ മേലുള്ള സകല നുഖങ്ങളും തകർക്കപ്പെട്ടപ്പോൾ, ശിമയോൻ്റെ മേൽ അഭിഷേകം ഇറങ്ങിയപ്പോൾ, വീണ്ടും നമുക്ക് പത്രോസിൻ്റെ ശുശ്രൂഷ വഴി വീണ്ടും ശിമയോൻ്റെ മേലെ ഈ തീ ഇറങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 11-12 വചനങ്ങൾ.
അവിടെ പൗലോസിൻ്റെ ശുശ്രൂഷ വഴിയാണ്. പൗലോസിൻ്റെ കരങ്ങൾ വഴി അസാധാരണമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പരിശുദ്ധാത്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സ്പർശനമേറ്റ തൂവാലുകളും അംഗവസ്ത്രങ്ങളെല്ലാം രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടപ്പോൾ അഭിഷേകം അവിടെ പ്രസരിച്ചു, അഭിഷേകം വ്യാപരിച്ചു. വലിയ അത്ഭുത സൗഖ്യങ്ങളുണ്ടായി, ഡെലിവറൻസുകളുണ്ടായി, അശുദ്ധാത്മാക്കൾ വിട്ടുപോയി, പൈശാചിക ശക്തികൾ തകർക്കപ്പെട്ടു, സാത്താന്യ മുഖങ്ങൾ ഒടിഞ്ഞു. അങ്ങനെ വലിയ വലിയ വിടുതലുകൾ ജനത്തിന് സംഭവിക്കുകയാണ്. അഭിഷേകം വെളിപ്പെടുന്നിടത്തെല്ലാം ഡെലിവറൻസ് ഉണ്ടാകും, ഹീലിംഗ് ഉണ്ടാകും, മിറക്കിൾസ് ഉണ്ടാകും, കൺവെർഷൻ ഉണ്ടാകും, അവിടെ ദൈവശക്തിയുടെ വ്യാപാരമുണ്ടാകും. ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 18, 19, 20 വചനത്തിലോട്ട് വരണം. ഈ എഫെസസ് പട്ടണത്തിലും അനേകം മന്ത്രവാദികളുണ്ടായിരുന്നു, കൂടോത്രക്കാരുണ്ടായിരുന്നു. അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങി. വചനം പറയാണ്, അവരെല്ലാം വിശ്വസിച്ചു, മാമോദീസ സ്വീകരിച്ചു. അവിടെ മന്ത്രവാദ സാമഗ്രികളെല്ലാം അവർ വിട്ടുകളഞ്ഞു. അതെല്ലാം അവർ അഗ്നിക്കിരയാക്കി. അനുതാപ ഹൃദയത്തോടെ തങ്ങളുടെ ദുർനടപടികൾ, പാപജീവിതം ഏറ്റുപറഞ്ഞ് അവർ യേശു ക്രിസ്തുവിൽ നിന്ന് പാപക്ഷമ സ്വീകരിച്ചു. വലിയ മാനസാന്തരങ്ങളുണ്ടായി. എഫെസസ് പട്ടണത്തിൽ കൂട്ട വിടുതലുകളുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, 20-ാമത്തെ വചനം പറയാണ്, എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ വചനമായിരുന്നത്. അങ്ങനെ കർത്താവിൻ്റെ വചനം അവിടെ വിപുലമായി വ്യാപിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ കണ്ടു, സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി വാതിലുകൾ തുറക്കപ്പെടുന്നു. പൈശാചിക ശക്തികളെ ഈ അഭിഷേകം തകർക്കുമ്പോൾ, അതിൻ്റെ പുറകിലുള്ള തിന്മകൾ വിട്ടുമാറുമ്പോൾ വചനത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാവുകയാണ്. എഫെസസ് പട്ടണത്തിൽ ആയിരങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരക്ഷ സ്വന്തമാക്കി. മുഖങ്ങൾ തകർക്കപ്പെട്ടു. ഇത് തന്നെയാണ് സമരിയായിൽ സംഭവിച്ചത്. 8:25 വരണം. ഈ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ, മുഖങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ എന്തുണ്ടായത്? സമരിയായിലെ പല ഗ്രാമങ്ങളും കർത്താവിൻ്റെ സുവിശേഷത്തിനായി തുറക്കപ്പെടുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പുതുവർഷത്തിൽ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ അടങ്ങാത്ത ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങിയാൽ നമ്മുടെ ജീവിതം മാറ്റപ്പെടും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി മറിയും, നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അഭിഷേകത്തിൻ്റെ പുതിയ പുതിയ മാനങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് തുറന്നു തരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ അഭിഷേകം വ്യാപരിക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ ഈ അഭിഷേകം ഇറങ്ങണം, നമ്മുടെ തലമുറയിൽ ഈ അഭിഷേകം പടരണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ അഭിഷേകത്തിന് ശക്തി അനുഭവിച്ചു വേണം നമ്മൾ ജീവിക്കുവാൻ. ഇതിലേക്കാണ് പരിശുദ്ധാത്മാവ് 2020 ഈ ആദ്യ നാളുകളിൽ എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്. ഈ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ മുഖങ്ങൾ തകർക്കപ്പെടും എന്നതിന് എന്തുമാത്രം സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുമെന്നറിയാം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേക പ്രാവശ്യം ഈ അഭിഷേകത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ എൻ്റെ കർത്താവ് എനിക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് വളരെ മാരകമായ വിധത്തിൽ വയറ്റിൽ വയറിളക്കം, ലൂസ് മോഷൻ പിടിപ്പെട്ടു. ഞാൻ ഡൽഹിയിൽ ഒരു ശുശ്രൂഷയിൽ പോയപ്പോഴാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ശുശ്രൂഷ ഞാനത് പങ്കുവെച്ചിട്ടുള്ളതാണ്. ഒരു 1.5 മാസത്തോളം 5-6 ഡോക്ടേഴ്സിനെ കണ്ടു, പല മെഡിസിൻ കഴിച്ചിട്ടും എനിക്കൊരു മോചനം കിട്ടിയില്ല. ഒരു ദിവസം തന്നെ 10-15 പ്രാവശ്യം ടോയ്ലറ്റിലേക്ക് പോകേണ്ട അവസ്ഥ. അതുപോലെ വയറിളക്കം. അനേകർ പലതും പറയാൻ തുടങ്ങി, മാരക രോഗമാണ്, ശുശ്രൂഷ തീർന്നു, കഴിയാൻ പോവാണ്. പലരും മാറി നിന്ന് പരിഹസിച്ചു, പലരും സ്നേഹത്തോടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഈ സമയത്താണ് ഞാൻ മസ്കറ്റിലൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്. ദൈവമക്കളെ, വല്ലാത്ത കടുത്ത ക്ഷീണത്തിലും തളർച്ചയിലുമായി. എന്തുമാത്രം മെഡിസിൻ കഴിച്ചിട്ടും ഈ ലൂസ് മോഷൻ മാറുന്നില്ല. രാത്രിയിൽ കർത്താവിന് മുൻമുട്ടും ഇറക്കി. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, കർത്താവേ, ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ വേല ചെയ്യുകയല്ലേ, അങ്ങല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? എൻ്റെ സങ്കടം ഞാൻ ആരോടാ പറയുന്നത്? കർത്താവേ, എന്നെ നീ അഭിഷേകം ചെയ്യണമേ. നിൻ്റെ അഭിഷേക ശക്തി ഇപ്പോൾ തന്നെ എൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഹൃദയ തകർച്ചയോടെ പൊട്ടിക്കരഞ്ഞ് ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്
ആ സ്പോട്ടിൽ കർത്താവിൽ നിന്ന് ശക്തമായൊരു അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. ചുട്ടുപൊള്ളുന്നൊരു അനുഭവം ശരീരത്തിലുണ്ടായി. ഒരു 2-3 മിനിറ്റ് സമയം ഈ അഭിഷേകം എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പ്രകടമായ അനുഭവം എനിക്കുണ്ടാവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ആ സെക്കൻഡിൽ, ആ സ്പോട്ടിൽ 1.5 മാസമായിട്ട് പല മെഡിസിനും മാറി മാറി കഴിച്ച് ഒരു മാറ്റവുമില്ലാതിരുന്ന എൻ്റെ ലൂസ് മോഷൻ ആ സ്പോട്ടിൽ പൂർണ്ണമായും മാറി. എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി. പിശാച്ച് വെച്ച ഒരു നുഖമായിരുന്നത് ശുശ്രൂഷയെ തളർത്തിക്കളയാൻ, മനസ്സ് മടുപ്പിച്ച് നിരാശയിൽ കൊണ്ടുപോകാൻ പിശാച്ചിൻ്റെ ഒരു മുള്ളായിരുന്നത്. എന്നാൽ അതിനെ കർത്താവ് തകർത്ത് കളഞ്ഞ് ഒരു ഫ്രഷ് അനോയിൻറ്റിങ് തന്ന്, ഒരു പുതുശക്തി തന്ന് വീണ്ടും കർത്താവിൻ്റെ വേലയിൽ എന്നെ കരുത്തുള്ളവനാക്കി മാറ്റി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയുടെ ഈ അവസാന സമയങ്ങളിൽ നമ്മൾ തിരിച്ചറിയുക, അഭിഷേകത്തിന് തുല്യമായി മറ്റൊന്നും തന്നെയില്ല. അഭിഷേകം സകല ദുഃഖങ്ങളെയും തകർക്കുന്നു. നമുക്കിതിനു വേണ്ടി ആഗ്രഹിക്കാം. കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ, നമ്മളിൽ നിറയുവാൻ നമ്മൾ വില കൊടുക്കുക, നമ്മുടെ ജീവിതത്തെ അതിനായി ക്രമപ്പെടുത്തുക, ഈ അഭിഷേകത്തിൽ നിരന്തരം ജീവിക്കുക. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഇതാ ദൈവം ഭൂമിയിൽ വന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുമടക്കി അടങ്ങാത്ത ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന പുത്തൻ അഭിഷേകത്തിനായി നമ്മൾ ആഗ്രഹിക്കാം. നമ്മൾ വചനത്തിലൂടെ കണ്ടു, അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ സകല ദുഃഖങ്ങളും തകർക്കപ്പെടുന്നു. നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ ദൈവശക്തിയാൽ പുതുക്കപ്പെടുന്നു. 2020 ഈ അഭിഷേകത്തിൽ വളരുവാൻ, ഈ അഭിഷേക ശക്തിയോടെ കർത്താവിനെ ഉയർത്തുവാൻ, ഈ അഭിഷേകത്തോടെ ഈ തലമുറയിൽ ധീരതയോടെ യേശുവിനായി സാക്ഷ്യം നൽകുവാൻ വ്യക്തിപരമായും കുടുംബപരമായും ദൈവം നമ്മളെ സഹായിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അഭിഷേകം ഈ തലമുറയുടെ മേൽ ഇറങ്ങുവാൻ, അഭിഷേക ശക്തിയാൽ സകല കെട്ടുകളും പൊട്ടുവാൻ, എല്ലാ മുഖങ്ങളും ഒടിയുവാൻ, എല്ലാ അടിമത്തങ്ങളും ഛിന്ന ഭിന്നമായി പോകുവാൻ, യേശുവിൻ്റെ നാമം വിളിച്ച് ദൈവശക്തി വ്യാപരിക്കുവാൻ, കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങുവാൻ, പരിശുദ്ധാത്മ അഭിഷേകം അത് ശക്തിയോടെ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളിലേക്ക് അഭിഷേകം പകരുന്ന കർത്താവേ, ആത്മാവിന് നൽകുന്ന ഈശോയെ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അഭിഷേക ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ തലമുറയുടെ മേൽ അഭിഷേകം ഇറങ്ങട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, തലമുറകളിലേക്ക്, മക്കളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക് കർത്താവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാ മുഖങ്ങളും, എല്ലാ കെട്ടുകളും, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. വിളിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി 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 നന്ദി. ഈ അഭിഷേകം ഈ വർഷം മുഴുവൻ അങ്ങയോട് കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധന ആരാധന ആരാധന. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പ്രത്യാശയിലുള്ള ജീവിതത്തെക്കുറിച്ചാണ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം